ദിലീപ് കേസിൽ കോടതിക്കെതിരായ നിയമോപദേശം നൽകി ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻ. ഒപ്പം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അജയകുമാറിൻ്റെ വിശദമായ കുറിപ്പും ഗവൺമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ദിലീപിനെ കുറ്റവിമുക്തനാക്കാൻ തയ്യാറാക്കിയ വിധിയാണ് എന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഗവൺമെൻറ് കൊടുത്ത റിപ്പോർട്ടിൽ. വിചാരണ കോടതി ജഡ്ജിക്കെതിരായ നിയമോപദേശം തന്നെയാണത്. നമുക്കറിയാം, ആ കേസിനകത്ത് അങ്കമാലി കോടതിയിലും പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ ഓഫീസിലും ട്രയൽ കോടതിയിലും 3 സ്ഥലത്തും ആ കേസിൻ്റെ ദൃശ്യങ്ങൾ അതാരോ പകർത്തിയത് റെക്കോർഡ് ചെയ്തു. അതിന് എവിഡൻസും കോടതിയിൽ വന്നു. വിചാരണ കോടതി തീർച്ചയായിട്ടും അതിനെതിരെ നടപടി എടുക്കണമായിരുന്നു. കോടതിയെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണത്. കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റായ ആ കേസിൻ്റെ കേന്ദ്ര ബിന്ദുവായ ദൃശ്യം അത് കോടതി അറിഞ്ഞോ ആരോ പരിശോധിച്ചിരിക്കുന്നു. കോടതിയുടെ തൊണ്ടിയായി സൂക്ഷിച്ചിരിക്കുന്ന ആ മെറ്റീരിയൽ ഓബ്ജക്റ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കേസിൽ. അപ്പോൾ അത് ആരോ പകർത്തി, ആരോ കൈകാര്യം ചെയ്തു. അതിനകത്ത് ദൃശ്യങ്ങൾക്ക് മാറ്റം വരുത്തിയോ ഇല്ലയോ എന്നുള്ള അല്ല പ്രസക്തി. അത് ആരാണ് കോടതിയുടെ അനുവാദമില്ലാതെ കൈകാര്യം ചെയ്യുന്നത്, എന്തിന് കൈകാര്യം ചെയ്തു, അത് 3 കോടതിയിൽ വെച്ച് ആ സംഭവം ഉണ്ടായി. അതിനെതിരായ ഒരു പോലീസ് അന്വേഷണം കോടതി ആവശ്യപ്പെടണമായിരുന്നു. പക്ഷേ ആ കാര്യം കോടതി പറഞ്ഞില്ല, ആവശ്യപ്പെട്ടില്ല. അതായത് ടാമ്പറിംഗ് ഉണ്ടായി എന്ന് ഫോറൻസിക് സയൻസ് ലാബറട്ടറിയുടെ റിപ്പോർട്ട് കിട്ടിയിട്ട് 2 വർഷം കഴിഞ്ഞാണ് അതേപ്പറ്റി കോടതി എന്തെങ്കിലും പരാമർശിക്കുന്നതെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഡയറക്ടർ ഓഫ് ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ നിയമോപദേശം കോടതിക്കെതിരായി ഗവൺമെൻറ് വന്നിട്ടുണ്ട്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ റിപ്പോർട്ടും ഗവൺമെൻറ് ലഭിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് അജയകുമാർ അപ്പീൽ കൊടുക്കാനായിട്ട് ഉള്ള തയ്യാറെടുപ്പിൽ ആണ്. ഇപ്പോൾ വിധി പറയാൻ ആ കോടതിക്ക് അർഹതയില്ല എന്നാണ് DGPയുടെ റിപ്പോർട്ടിനകത്ത് വന്നിരിക്കുന്നത്. ദിലീപിനെ കുറ്റമുക്തമാക്കാൻ വേണ്ടി മാത്രം ഉണ്ടായ ഒരു വിധിയാണ്. കാരണം അതിനകത്ത് 7 സ്ഥലങ്ങളിൽ തന്നെ അതിനകത്ത് കോൺസ്പിറസി 120B എവിഡൻസ് വന്നിട്ടുണ്ട്. ആ 7 എവിഡൻസും കോടതി അംഗീകരിക്കാതെ അത് തട്ടിക്കളഞ്ഞു. സാധാരണഗതിയിൽ കോൺസ്പിറസിക്ക് മറ്റുള്ള സെക്ഷൻ അല്ലെങ്കിൽ വകുപ്പ് അനുസരിച്ചുള്ള ഡയറക്റ്റ് എവിഡൻസ് ലഭിക്കില്ല. അത് രഹസ്യമായി നടക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം വരും പുറത്തേക്ക്. അതുമതി ആ കോൺസ്പിറസിക്ക്. അങ്ങനെ ഒരു കോൺസ്പിറസി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം മതി. അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് അറിയണമെന്ന് ആവശ്യമില്ല 120B. ദിലീപിൻ്റെ കേസിനകത്ത് 7 സ്ഥലങ്ങളിൽ ദിലീപും അതുപോലെ തന്നെ പൾസർ സുനിയും ഒന്നിച്ച് നിൽക്കുന്ന കണ്ടു. അവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല, ബന്ധവുമില്ലെന്നാണ് ദിലീപിൻ്റെ കോടതിയിലെ വാദഗതികൾ. മെമ്മറി കാർഡിൽ എന്തായാലും ചോർച്ച സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, അത് ആരാണ് കോടതി അറിയാതെ കൈകാര്യം ചെയ്ത് അവർക്കെതിരായിട്ട് കോടതി എന്ത് നടപടി സ്വീകരിച്ചു, എന്തുകൊണ്ടാണ് കോടതി നടപടി സ്വീകരിക്കാതെ പോയത്. നമുക്ക് അറിയാവില്ല ആന്റണി രാജു MLAയുടെ അവസ്ഥ. 36 വർഷം മുമ്പുള്ള സംഭവമാണ്. പക്ഷേ ഇപ്പോൾ അതിന് ശിക്ഷ വന്നിരിക്കുന്നു. കാലങ്ങൾ കുറേ എടുത്തു. കോടതിയിലെ സൂക്ഷിച്ചിരുന്ന തൊണ്ടി സാധനം രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നു. അതിനാണ് ആന്റണി രാജുവും ആ കോടതിയിലെ തൊണ്ടി ക്ലാർക്കും അവർക്കെതിരായി കേസെടുത്തതും ആ കേസ് അന്വേഷിച്ചിട്ട് പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുത്തതും പല നൂലാമാലകൾ നിയമം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് കൊണ്ടുപോയി ഏകദേശം 1990 കേസ് 36 വർഷത്തിന് ശേഷം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അതിലെ കുറ്റക്കാർക്ക് എതിരായി ഫൗണ്ട് ഗിൽറ്റി, കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തി. അതാണ് കോടതിയോട് തൊട്ട് കളിച്ചാലുള്ള സംഭവം. എത്ര വർഷം നീണ്ടാലും ശരി അത് തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും എന്നാണ് നമുക്ക് ആന്റണി രാജു MLAയുടെ ആ കേസിൻ്റെ ഉൾക്കൊള്ളുന്ന പാഠം. ഇവിടെ എന്തുകൊണ്ട് കോടതി ആ 3 സ്ഥലത്ത് വെച്ച് ടാമ്പർ ചെയ്തെന്നുള്ള, അതാരോ കൈകാര്യം ചെയ്യുന്നുള്ള എവിഡൻസ് അവഗണിച്ചു. അതേ സംബന്ധിച്ച് ഒരു വാക്കും ആ വിധിയിൽ പറഞ്ഞിട്ടില്ല. കോടതിക്ക് നടപടി എടുക്കണ്ടേ? കോടതി പോലീസ് റിപ്പോർട്ട് ചെയ്യണ്ടേ? എന്താണ് ചെയ്യാത്തത്? അതൊക്കെ കുറ്റകരമായ ഒരു അനാസ്ഥയായിട്ട് തന്നെ വരും. എന്തുകൊണ്ട്
അത് ചെയ്തില്ല എന്നുള്ള നടപടികൾ ചോദ്യം ആ കോടതിയോട് ചോദിക്കും. അതിന് ഉത്തരം പറഞ്ഞേ വെക്കുള്ളൂ. അതുതന്നെയല്ല, നമുക്കറിയാം 2017 ഫെബ്രുവരി 17 ഈ സംഭവം നടന്നത്. പൾസർ സുനി ഉൾപ്പെടെയുള്ള കൊട്ടേഷൻ വാങ്ങിച്ച് അവരെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, സെക്സ്വൽ അസോൾട്ട്, ഓറൽ സെക്സ്വൽ അസോൾട്ടിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി. അതായിരുന്നു കോൺട്രാക്റ്റ്. അതാണ് ആ വിവരം ആണ് ചോർത്തിയെന്ന് സംശയിക്കുന്നത്. ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് തീർച്ചയായിട്ടും സമൂഹത്തിൽ പറക്കും ആ ദൃശ്യങ്ങൾ. അതാരോ അവിടുന്ന് ചോർത്തിക്കൊണ്ട് പോയിരിക്കുന്നു. അത് ഏറ്റവും വലിയ കുറ്റം തന്നെയാണ്. അതേപ്പറ്റി കോടതി ഒന്നും മിണ്ടാതെ പോയി. തീർച്ചയായിട്ടും അത് കോടതിയുടെ ഭാഗത്തുള്ള വീഴ്ചയായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയുള്ളൂ. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിയമോപദേശം കോടതിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വിവരങ്ങളെ പറ്റി ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കും. അതിന് കോടതിക്കെതിരായിട്ടൊരു പ്രോസിക്യൂഷന് ചിലപ്പം സാധ്യതയുണ്ട്. ഹൈക്കോടതിയിൽ ചിലപ്പോൾ ആ മാറ്റർ റെഫർ ചെയ്യാം. ആ മാറ്റർ അവിടുന്ന് സുപ്രീം കോടതിയിൽ പോകാം. അത് വീണ്ടും നീണ്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. എന്തു വന്നാലും ശരി, ഇപ്പോഴത്തെ ആ നടപടി, ദിലീപിനെതിരായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സാങ്ഷൻ കൊടുക്കും. ഗവൺമെൻറ് സാങ്ഷനോടി വീണ്ടും ആ കേസിൻ്റെ അന്വേഷണത്തിൽ അതിൻ്റെ ദൃശ്യങ്ങളിൽ ടാമ്പർ ചെയ്തതിനെ പറ്റിയും ഉൾപ്പെടെയുള്ള അന്വേഷണവും കോടതിയുടെ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ആ ഒരു ജഡ്ജ്മെൻറ്റിനകത്ത് കഴിവുള്ള 1720 പേജുള്ള ജഡ്ജ്മെൻറ്റിനകത്ത് ദിലീപിനെ വെറുതെ വിടാനുള്ളത് മാത്രമാണ് കോടതി പരാമർശിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. എന്തു വന്നാലും ശരി, അത് ഒരു റീട്രയൽ നടത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യവും ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം പല സാക്ഷികളും കൂറുമാറിയിട്ടുണ്ട് അതിനകത്ത്. അത് തന്നെയല്ല, അതിനകത്ത് തൊണ്ടി സാധനത്തിനെ ടാമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കേസിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. അതുതന്നെ ഇന്നും ആ അതിജീവിതയ്ക്ക് ത്രെട്ടുണ്ട്. അവർ വളരെ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. കാരണം ഇതുപോലെയുള്ള കേസുകളിലെ നീതി നടപ്പാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഒരിക്കലും ഇന്ത്യയിലോ അല്ല ലോകത്തൊരിടത്തും നമ്മൾ കണ്ടില്ല സെക്ഷൽ ഒഫൻസിന് ഒരു കൊട്ടേഷൻ കൊടുത്തത്. ആ കേസിൻ്റെ പുതുമേതയാണ്. അത് ദിലീപിൻ്റെ ഒരു കേസിനകത്ത് 2012 കേസിനകത്ത് ദിലീപ് തന്നെ ഇതിനകത്ത് ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആരുടെ ബ്രെയിനിൽ നിന്നാണ് പോയത് എന്നുള്ള കൃത്യമാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് കോടതിക്ക് എന്തുകൊണ്ടും മനസ്സിലായില്ല. ആ എവിഡൻസുകൾ കോടതിയിലെ പ്രോസിക്യൂഷൻ കൊടുത്തതിനകത്ത് അത് തീർച്ചയായിട്ടും അത് മനസ്സിലാകുന്ന രീതിയിലുള്ള എവിഡൻസുകൾ വന്നിട്ടുണ്ട്. ഓറൽ എവിഡൻസും വന്നിട്ടുണ്ട്, ഡോക്യുമെൻ്ററി എവിഡൻസും വന്നിട്ടുണ്ട്. ഏതായാലും കോടതിക്കെതിരായിട്ടുള്ള നിയമോപദേശം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ.